സ്വന്തം തോട്ടം പോലെയാണ് എനിക്കിത്, ഈ സ്ട്രോബെറി എല്ലാം എൻ്റെ കുഞ്ഞുങ്ങളെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇവരോടൊന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ ഈ സ്ഥലം വാങ്ങിക്കാനോ നോക്കാനോ വന്നവരാണെന്നൊന്നും പറയുന്നില്ല കേട്ടോ. സലാമത്ത് പഗി, ഗുഡ് മോർണിംഗ്. റഫയെ പരിചയപ്പെട്ട് പിന്നെ ഇന്തോനേഷ്യയിൽ നിന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് കിളിക്കൂട് പോലത്തെ ഒരു വീടും കുറച്ച് സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം അന്നോട്ടേ ഉള്ളതാണ്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇന്തോനേഷ്യയിലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടുകളും സ്ഥലങ്ങളും മലകളും വയലുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു കുഞ്ഞു വീട് നമുക്ക് വാങ്ങിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം നടക്കുമോ നോക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് ഇന്ന്. ഈ ഒരു ആഗ്രഹം ഞാൻ ഇടയ്ക്കൊക്കെ റഫയെടുത്ത് പറയുമായിരുന്നു. ഭൂമിക്കും വീടിനൊക്കെ വിലക്കുറവാണ് ഇവിടെ ഇന്തോനേഷ്യയിൽ. അപ്പോൾ ഫാറൂഖിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അങ്ങനെ ഒരു സീരിയസ് കോൺവെർസേഷനിലേക്ക് അത് പോയില്ല. എന്ന് റഫയോട് ഞാൻ പറഞ്ഞ ഒരു ആഗ്രഹം റഫ ഇന്ന് കൂട്ടുകാരിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ കൂട്ടുകാരിയുടെ ഉപ്പുപ്പാക്ക് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്. വെറും ഒരു സ്ഥലമല്ല, അത് ഒരു സ്ട്രോബെറി തോട്ടമാണ് കേട്ടോ. പിന്നെ എന്താ വേണ്ടേ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്നൊക്കെ പറയുന്ന മാതിരി ഒരു സ്ട്രോബെറി തോട്ടത്തിൽ ഒരു കുഞ്ഞു കിളിക്കൂടും അവർക്കുണ്ട്. ചെറിയ പൈസയേ ഉള്ളൂ ആ സ്ഥലത്തിനും. അപ്പോൾ അവിടത്തേക്ക് പോകാനുള്ള പെർമിഷൻ ചോദിക്കാനായി ആദ്യം ഉപ്പുപ്പാടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പുള്ളിക്കാരൻ അവിടെ മാത്രമല്ല കുറേ സ്വത്തുക്കളുണ്ട്. അങ്ങനെ നമ്മൾ ഉപ്പുപ്പാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. പുള്ളിക്കാരന്റെ വീട് കണ്ടാലും ഭയങ്കര ഒരു ട്രഡീഷണൽ കേരള ഹോം എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. നമ്മൾ നേരെ വന്നത് ആര്യൻ്റെ ഉപ്പുപ്പാടെ വീട്ടിലേക്കാണ് കേട്ടോ. ഈ ഒരു സ്ഥലം ഫുള്ള്, ഈ പാടം ഫുള്ള് ആ ഇരിക്കുന്ന ഉപ്പുപ്പാടയാണ്. ഇതാണ്ട് നില ഒഴുതുന്ന മെഷീനാണ് അവിടെ കിടക്ക. ഇത്ര അടുത്തൊക്കെ ഈ വണ്ടി കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഉപയോഗിച്ചതിന് ശേഷം അത് ഒഴുകി 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 ഇതിൽ വരും ആദ്യം. എന്നിട്ട് അവിടെ ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. വേണ്ട, ഈ ഒരു സ്ഥലത്ത് ഇതിലോട്ട് വരാനായിട്ട് പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചായി കഴിയുമ്പോഴേക്കും അത് നിറഞ്ഞു കഴിയുമ്പോൾ അത് ഈ വഴിക്ക് പോകും കുറച്ച്. കണ്ട വയലേലകളും കുറേ മരങ്ങളും കപ്പക്കയും മാങ്ങയും തേങ്ങയും കുളവും എല്ലാം ഉള്ള ഒരു അടിപൊളി വീടാണ് കേട്ടോ. നമ്മുടെ ഉപ്പുപ്പാൻ്റെ കാര്യം കുറച്ച് കഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ പുള്ളിക്കാരൻ കുറേ മക്കളുണ്ടായിരുന്നു, കുറേ മരുമക്കളുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും പല സ്ഥലത്തേക്ക് പോയി കേട്ടോ. ജോലി കാര്യമായിട്ടും വീടുകൾ വെച്ചൊക്കെ പലരും മാറി. ഇപ്പോൾ ഇവിടെ ഉപ്പുപ്പ ഒറ്റക്കാണ്. അപ്പോൾ ഞാൻ റഫേൻ്റെ കൂട്ടുകാരോട് ചോദിക്കായിരുന്നു, എന്ത് പറ്റി ഉപ്പുപ്പ ഒറ്റക്കായി പോയ, ഭാര്യ എവിടെയാണ്? ഭാര്യ ഉപ്പുപ്പാൻ്റെ ഒരു മോളുടെ അടുത്തേക്ക് പോയിരിക്കാണ്, ഉടനെ വരും, അതുകൊണ്ട് വിഷമിക്കണ്ട, അവർ ഒരുമിച്ചാണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഉപ്പുപ്പാൻ്റെ അടുത്ത് പെർമിഷൻ ഒക്കെ വാങ്ങി കുറച്ച് നേരം നമ്മളവിടെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ഞാൻ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്തൊക്കെയോ പഴയ കഥകളൊക്കെ പറഞ്ഞു. പണ്ട് ഇവിടെ ഇന്ത്യക്കാർ വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ അയൽക്കാരായിട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ പണ്ടത്തെ കാര്യമാണ് പുള്ളി പറയുന്നത് കേട്ടോ. ഇപ്പോൾ അവരെവിടെയാണെന്നൊന്നും അറിയില്ല. നല്ല പ്രായമുള്ളത് കൊണ്ട് സംസാരിക്കുന്നതെല്ലാം ഒന്നും വ്യക്തമല്ല, അതുപോലെ കേൾവിക്കുറവുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പുപ്പാൻ്റെ അടുത്ത് സലാമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉപ്പുപ്പാൻ്റെ അനുവാദവും വാങ്ങി ആ ഒരു സ്ട്രോബെറി തോട്ടത്തിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ നമുക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് പൈസ എടുക്കണം. അതിന് വേണ്ടിയിട്ട് റഫ ATM കയറി കേട്ടോ. പൈസ എടുത്ത് കയ്യിൽ വെച്ചത് അവിടെ ഇപ്പോൾ നോക്കി നടത്തുന്നത് ഇവരുടെ ബന്ധപ്പെട്ടവരാരോ ആണ് കേട്ടോ. അപ്പോൾ അവർ ഈ സ്ട്രോബെറി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അവിടുത്തെ സ്ട്രോബെറി വിൽക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് പറ്റിയാൽ ആ സ്ട്രോബെറി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് പൈസ ATM എടുത്ത് വെച്ചു കേട്ടോ. ഫ്രഷ് സ്ട്രോബെറി കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നത്തെ യാത്രയിലുള്ളത് വേണിയും ആര്യയാണ്. അവർ ഭയങ്കര ആക്റ്റീവാണ്. നമ്മളെപ്പോലെ തന്നെ യാത്രകളൊക്കെ കുറേ ഇഷ്ടപ്പെടുന്ന രണ്ട് ഇണക്കുരുവികളാണ് വേണിയും ആര്യയും കേട്ടോ. ഫാറൂഖ് ആൻഡ് അടിപൊളി. ചില സമയമെങ്കിലും എനിക്ക് റഫയ്ക്ക് മടി പിടിക്കാറുണ്ട് പുറത്തു പോകാനും യാത്ര ചെയ്യാനൊക്കെ. നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ ദൂരെ ഡെമ്പോ മലനിരകൾ നമുക്ക് ഇവിടുന്നേ കാണാൻ പറ്റും കേട്ടോ. ആ മലനിരേന്റെ അങ്ങ് മുകളിലാണ് നമ്മുടെ സ്ട്രോബെറി തോട്ടം ഉള്ളത്. ഇപ്പോൾ ആണെങ്കിൽ കോട ഇറങ്ങുന്ന സമയമാണ്. മുകളിൽ നല്ല ബ്യൂട്ടിഫുൾ വ്യൂസ് ഉണ്ടാവുന്നതാണ് നമ്മുടെ ആര്യയും വേണി നമ്മളോട് പറഞ്ഞത് കേട്ടോ. കംപ്ലീറ്റ് മലയുടെ പകുതി കയറുമ്പോഴാണ് നമ്മുടെ സ്ട്രോബെറി തോട്ടം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ സ്ഥലം വാങ്ങിക്കുകയാണെങ്കിലും വീട് വെക്കുകയാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കരമായിരിക്കും കേട്ടോ. സൺറൈസും സൺസെറ്റും ഒക്കെ നമുക്ക് നല്ലപോലെ കാണാം. അതുമാത്രമല്ല റോഡുകളെല്ലാം അടിപൊളിയാണ്. നമുക്ക് ഇവിടുന്ന് ടൗണിലേക്ക് പോകാനാണെങ്കിലും ഏകദേശം 4-5 കിലോമീറ്ററിൽ നമുക്ക് ടൗണിലേക്ക് എത്തുകയും ചെയ്യാം. 10 സെന്റിലുള്ള ഈ സ്ട്രോബെറി തോട്ടവും അതിനുള്ള ആ ഒരു ചെറിയ ഏർമാടത്തിനും കൂടെ അവർ ചോദിക്കുന്ന വില കേട്ടാലേ നിങ്ങൾ ഞെട്ടും. 25,000 രൂപയാണ് ഒരു സെന്റിന്. അതുപോലെ 10 സെന്റ് ആകുമ്പോൾ 2.5 ലക്ഷം രൂപ. പിന്നെ ചെറിയ എഴുത്തുകുത്ത് ഫീസും എല്ലാം കൂടെ ചേർത്ത് ചിലപ്പോൾ ഒരു 3 ലക്ഷത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു സ്ഥലം സ്വന്തമാക്കാൻ പറ്റും കേട്ടോ. ശരിക്കും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാൻ നിൽക്കുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇവിടെ എപ്പോഴും മഴ പതിവാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ ഉണ്ടാവും. കംപ്ലീറ്റ് പച്ചപ്പിനിടയിൽ ചെറിയ ചെറിയ ചുമന്ന സ്ട്രോബെറി നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ. അതും കുഞ്ഞു സ്ട്രോബെറിയാണ്. നല്ല പുളിപ്പും മധുരവും കൂടെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റും കൂടാണ് കേട്ടോ. ഈ ഒരു തണുപ്പത്തും മഴയത്തും ഒക്കെ ഇങ്ങനെ വളരുന്നതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് അത്യാവശ്യം അടിപൊളിയാണ്. ഈ തോട്ടത്തിൽ പണിയെടുക്കുന്ന താത്താണ് കേട്ടോ.
താത്തായും കാക്കായാണ് ഈ തോട്ടത്തിൽ പണിയെടുക്കുന്നത്. ഇതെല്ലാം പരിപാലിക്കുന്നത് അവരാണ് കേട്ടോ. അവരെന്തോ എന്തൊക്കെയോ സംസാരിച്ച് കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കുകയാണ്. ഇതിനു മുന്നേ റഫയും ഞാനും ഒക്കെ സ്ട്രോബെറി കഴിച്ചിട്ടുണ്ട് ദുബായിൽ നിന്നൊക്കെ. പക്ഷെ അതിനേക്കാളൊക്കെ ടേസ്റ്റ് ഉള്ള സ്ട്രോബെറിയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. നമ്മുടെ കയ്യിലുള്ള മഞ്ഞ ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് ഈ സ്ട്രോബെറി കട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉപ്പുപ്പാട് പറയാനാണ് ഉപ്പ പറഞ്ഞേക്കുന്നത്. നമുക്ക് അത് ബാക്കി പ്രോസസ്സിലേക്ക് പോവാന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഓരോ സ്ട്രോബെറികൾ ഇങ്ങനെ പറിക്കുമ്പോഴും സ്ട്രോബെറി കട്ട് ചെയ്ത് ആ ബാസ്ക്കറ്റിലേക്ക് ഇടുമ്പോഴും എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വീട് വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ കേട്ടോ ആലോചിക്കുന്നത്. ഒരു കുഞ്ഞു വീടൊക്കെ വെച്ച്, ഒരു കിളിക്കൂട് പോലത്തെ ഒരു വീടൊക്കെ വെച്ച് വാപ്പിയും ഉമ്മയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ജീവിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെയാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. കാര്യം നമ്മുടെ പുറകിൽ കാണുന്നത് മൗണ്ട് ഡെംബോ മലനിരകളാണ് കേട്ടോ. അതിൻ്റെ മുകളിലാണ് അഗ്നിപർവ്വതം ഉള്ളത്. അത് ഇപ്പോഴും ആക്റ്റീവാണ്. ഇടയ്ക്കിടയ്ക്ക് അത് പൊട്ടിത്തെറിക്കാറുമുണ്ട്. അവിടെ പൊട്ടിത്തെറിച്ചാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇങ്ങോട്ടേക്കൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം ദൂരമുണ്ട്. പിന്നെ തേയിലത്തോട്ടം ഉണ്ട് കേട്ടോ. ഇതിനടുത്തൊക്കെ ഒരു കുറച്ച് തേയിലത്തോട്ടവും വാങ്ങി ഈ ഒരു സ്ട്രോബെറി തോട്ടവും നോക്കി കുറച്ച് പശുക്കളും ആടും കോഴിയൊക്കെ വാങ്ങിച്ച് ഒരു കൺട്രി സൈഡ് ലൈഫൊക്കെ വേണമെങ്കിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അടിപൊളിയാണ് കേട്ടോ. എനിക്കും റഫയ്ക്കും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. റിട്ടയർമെന്റ് ലൈഫ് ഇങ്ങനെയൊക്കെ ആസ്വദിക്കണമെന്നായിരുന്നു പണ്ടുള്ള ആഗ്രഹം. ഇപ്പോൾ ഈ വർക്ക് ഫ്രം ഹോമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ തന്നെ ആ ഒരു ലൈഫിലേക്ക് കടന്നാലോ എന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ ഈ സ്ഥലം കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ആ തുറന്ന് ഞാൻ ഇങ്ങോട്ട് വന്നു. അടിപൊളി. ഇതുവഴി അങ്ങോട്ട് പോകാൻ പറ്റും. ഇത് തുറന്ന് നമ്മളിങ്ങോട്ട് വന്നേ. സാങ് അവർക്ക് ബൈ ബൈ പറഞ്ഞേട്ടാ. ഞാൻ അങ്ങോട്ട് പോവാ. അവിടെ ഇതുവഴി വണ്ടി കയറി പോയ പാടൊക്കെ ഉണ്ട് കേട്ടോ. ഇതുവഴി അപ്പോൾ വണ്ടി പോകുന്നുണ്ട്. പക്ഷേ ഈ തേയിലത്തോട്ടത്തിലേക്ക് പോകുന്ന വഴി മാത്രമാണത് കേട്ടോ. ഇവിടെയൊക്കെ നല്ല പാമ്പും പിന്നെ ഇന്തോനേഷ്യ ആയതുകൊണ്ട് അനക്കോണ്ടയൊക്കെ കാണും. ഇന്തോനേഷ്യയിൽ ഇപ്പോഴും അനക്കോണ്ടയും മുതലും സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഇന്തോനേഷ്യ. അതുകൊണ്ട് ഇവിടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, എവിടെ നിന്നും എന്ത് സംഭവിക്കാം. വേണമെങ്കിൽ ഡൈനോസറൊക്കെ ഓടി വരാം അതുവഴി. ഇല്ല, അത്രയ്ക്ക് വേണ്ടല്ലേ, തള്ളണ്ട അത്രയ്ക്ക്. സ്ഥലം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പുപ്പാടത്ത് പോയി ഓക്കെ നമുക്കിത് വേണം എന്ന് പറയാനുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ. അതിന് മുന്നേ വീട്ടിലൊക്കെ ചോദിച്ച് അവരുടെയൊക്കെ അനുവാദം വാങ്ങിക്കണം. റഫ എന്നോട് പറഞ്ഞതും അത് തന്നെയാണ്. ഫാറൂഖെ, നിന്റെ 2 മാസത്തെ ശമ്പളത്തിൽ നിനക്കിത് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ അത് വാങ്ങിച്ചതിന് ശേഷം ബുദ്ധിമോശമാണെന്ന് പിന്നെ തോന്നിപ്പോരുത്. എനിക്ക് എപ്പോഴും സെറ്റിൽ ആവാൻ ആഗ്രഹം കേരളത്തിലാണ് കേട്ടോ. ഇന്തോനേഷ്യയിലാണ്, ദൂരെയാണ്. അപ്പം നമ്മൾ കേരളത്തിൽ പോകുമ്പോൾ ഈ വസ്തു വെറുതെ കിടക്കും. കുറേ നാളൊക്കെ വെറുതെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരെങ്കിലുമൊക്കെ വന്ന് അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ തുടങ്ങും. പിന്നെ നമ്മുടെ അല്ലാതായി പോകും. അതുകൊണ്ട് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ വാങ്ങിക്കാവൂ എന്നൊക്കെ റഫ ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ ആര് നമുക്ക് കുറേ സ്ട്രോബെറിയൊക്കെ പിച്ചിക്കൊണ്ട് തരുന്നുണ്ട്. അവർക്കറിയാം കേട്ടോ ഏത് സ്ട്രോബെറിയാണ് നല്ല മധുരമുള്ളതെന്ന് കണ്ടാൽ തന്നെ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അത് ചൂസ് ചെയ്ത് നല്ല നല്ല സ്ട്രോബെറികൾ പറിച്ച് നമുക്ക് കൊണ്ട് തരുന്നുണ്ട് കേട്ടോ ആര്യം. തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ സാധനം കഴിച്ചു നോക്കാം കേട്ടോ. നല്ല സുന്ദരമായ സ്ഥലത്ത് നിന്ന് തന്നെ ഈ സാധനം കഴിക്കാം. പുള്ളിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. നമ്മുടെ ഇലിമ്പിക്കയില്ലേ, ഇലിമ്പിക്ക, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്ന അറിയത്തില്ല. കൊല്ലത്ത് ഇലിമ്പിക്ക എന്ന് പറയും. മറ്റേ പച്ച കളറിലിരിക്കുന്ന അച്ചാറൊക്കെ ഇടുന്ന സാധനം. ഇലിമ്പിക്കേൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കൊള്ളാം. കഴിച്ചു വന്നപ്പം പുളി അറിയുന്നില്ല. റഫ പുളിപ്പുള്ള സ്ട്രോബെറികൾ തെരഞ്ഞു പിടിച്ചെടുക്കുകയാണ് കേട്ടോ. റഫ എടുക്കും, കടിച്ചു നോക്കും, പുളിപ്പ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലാണുള്ളത്. നമ്മളാണെങ്കിൽ റെയിൻകോട്ടും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബ്രീത്ത് ടേക്കിംഗ് വ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇതാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. ചെറിയ കാറ്റുമുണ്ട്. പൊല്യൂഷനോ എയർ പൊല്യൂഷനോ അങ്ങനെയുള്ള മലിനീകരണവും കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു 4-5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ടൗണിലേക്ക് എത്താം. ആവശ്യ സാധനങ്ങളെല്ലാം അവിടെ കിട്ടും. ഹോസ്പിറ്റലുണ്ട്, സ്കൂളുണ്ട്, കോളേജ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാം അവിടെ ഉണ്ട്. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. സ്ട്രോബെറി തോട്ടത്തിലെ സ്ട്രോബെറിയൊക്കെ പറിച്ച് നല്ല സുന്ദരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്ട് അവിടെ റഫയും വേണിയും വീണ്ടും സ്ട്രോബെറി പറിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ അരിച്ച് പറക്കി എന്ന് പറയുന്ന കണക്ക് ഈ പഞ്ചായത്തിലെ ഓരോ സ്ട്രോബെറി ഞങ്ങൾ അരിച്ച് പറക്കി. ഇനി നമ്മുടെ കുറച്ച് സ്ഥലത്തും കൂടെ സ്ട്രോബെറി ഇതേ റഫ കാണിച്ചു കൊടുത്താൽ ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് സ്ട്രോബെറി എന്നാണ് റഫ പറയുന്നത് കേട്ടോ. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. സോ പീസ്ഫുൾ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ വേണിയും ആര്യയും ആദ്യമായിട്ടാണ് ഈ തോട്ടത്തിൽ വരുന്നത്. അവരെ വീടിൻ്റെ തൊട്ടടുത്താണെങ്കിലും ഇത്രയും വർഷത്തിൽ ആദ്യമായിട്ടാണ് അവർ ഈ തോട്ടത്തിൽ വരുന്നത്. അതിന് പ്രത്യേക കാരണമുണ്ട്. അവരുടെ വീട്ടിൽ ഇതിനകത്ത് ഒരു 10-15 തൈ ഉണ്ട്. അപ്പോൾ അതിൽ സ്ട്രോബെറി ഉള്ളതുകൊണ്ട് അവർക്കിതൊരു പുത്തൻ കാര്യമല്ല. നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇന്നലെ രാത്രി നമ്മൾ അവരെ വീട്ടിൽ നിന്ന് കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യാമറാമാനൻ കാമു ജുഗ, ഞാൻ ക്യാമറാമാനെ കാണിച്ചു. ആരാന്നറിയാം ക്യാമറാമാൻ നമ്മുടെ ആര്യാണ് കേട്ടോ. ആര്യ seperti vlog kamu. Oke. Ini bahasa. Ide in my life kita hari ini datang ke kebun strawberry yang berada di kakinya Gunung Dempo ya. Apakah strawberry di sini pada manis-manis semua?
ikutin aja vlognya. Oke, let's go. അയ്യോ അടിപൊളി അടിപൊളി അടിപൊളി. ഞാൻ ഉടനെ നമ്മുടെ ആര്യനെ ഒരു വ്ളോഗർ ആക്കും. ഞങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ സ്ട്രോബെറി ഹണ്ടിങ് തുടങ്ങി കേട്ടോ. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ സ്ട്രോബെറികൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല സ്ട്രോബെറികളെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഉള്ളിലേക്ക് പോകുമ്പോൾ കുറേ സ്ട്രോബെറീസ് ഉണ്ട്. ഇപ്പോൾ ഇവരുടെ സ്ട്രോബെറി സീസൺ അല്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് കുറേ ഇല്ലാത്തത്. എന്നാലും അവർ അവിടെ പരിചരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള മണ്ണാണെന്നാണ് നമ്മുടെ വേണീൻ്റെ ഉപ്പുപ്പ പറഞ്ഞത് നമ്മളോട്. ഇത്ര പിച്ചിട്ടും ബാസ്ക്കറ്റ് അങ്ങോട്ട് നിറയുന്നില്ല. ബാസ്ക്കറ്റ് തന്ന ആ ഒരു ഇത്തുണ്ടല്ലോ, പുള്ളിക്കാരത്തി പറഞ്ഞത് ബാസ്ക്കറ്റ് നിറച്ച് കൊണ്ടുവരണേന്നാണ് കേട്ടോ. കാര്യം ബാസ്ക്കറ്റ് നിറഞ്ഞ് അതനുസരിച്ച് പൈസയും കൊടുക്കേണ്ടി വരുമല്ലോ, പൈസയും അവർക്ക് കിട്ടും, അതാണ്. പക്ഷെ നമ്മൾ ഉപ്പുപ്പാൻ്റെ പേര് പറഞ്ഞാൽ ഈ സ്ട്രോബെറി എല്ലാം ഫ്രീ ആയിരിക്കും. പക്ഷെ നമ്മൾ അതൊന്നും പറയുന്നില്ല, നമ്മൾ വെറുതെ വന്ന് പോവാണ് കേട്ടോ. ഇവരോടൊന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ ഈ സ്ഥലം വാങ്ങിക്കാനോ നോക്കാനോ വന്നവരാണെന്നൊന്നും പറയുന്നില്ല കേട്ടോ. ആര്യയും വേണിയും അവിടെ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങി. കാര്യം അടിപൊളി സ്ഥലമാണ് കേട്ടോ. വേണി കുറേ നാൾക്ക് ശേഷമാണ് റഫേനെ വീണ്ടും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. മൗണ്ട് ഡംബോ മലനിരകളുടെ ആ ഒരു വ്യൂ ഒക്കെ വെച്ചിട്ട് അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ. അപ്പോഴാണ് നമ്മൾ സ്ട്രോബെറി തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഇത്താനെ കണ്ടുപിടിച്ചത്. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 3 മണി വരെ ഇവിടെ പണിയെടുക്കും കേട്ടോ. ജാം berapa ibu kerja sini? Harusnya udah istirahat kalau azan asar. ഓക്കെ ഓക്കെ. പുള്ളിക്കാരത്തിൻ്റെ വീട് തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ. സ്വന്തം തോട്ടം പോലെയാണ് എനിക്കിത്. ഈ സ്ട്രോബെറി എല്ലാം എൻ്റെ കുഞ്ഞുങ്ങളെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ ഇത്ത അവിടെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്ട്രോബെറി ഒക്കെ കളക്ട് ചെയ്ത് തിരിച്ച് സ്ട്രോബെറി തൂക്കാൻ വന്നു കേട്ടോ. ഞങ്ങൾ ഒന്നിച്ച് പറിച്ച സ്ട്രോബെറി എല്ലാം കൂടെ ഏകദേശം 1/2 കിലോയോ 3/4 കിലോ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അതിനെല്ലാം കൂടെ നമ്മൾ കൊടുത്തത് ഇവിടുത്തെ 300 രൂപയാണ്. 300 രൂപയ്ക്ക് നമുക്ക് അത്രയും സ്ട്രോബെറി കിട്ടി. അതൊക്കെ ആയിട്ട് നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്തു കേട്ടോ. നേരെ പോകുന്നത് പട്ടം പറത്താനാണ്. കഴിഞ്ഞ ദിവസം ആര് നമ്മളോട് ഓഫർ ചെയ്തതാണ് പട്ടം പറത്താൻ ഒരു ബെസ്റ്റ് പ്ലേസ് ഉണ്ട്. ആ ഒരു അഗ്നിപർവ്വതത്തിന്റെ താഴെ തന്നെ ഒരു പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ. അവിടെ നിന്ന് പട്ടം പറത്താൻ ഭയങ്കര രസമാണെന്നൊക്കെ പറഞ്ഞിട്ട് പട്ടമൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊന്ന് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വിഷമമുണ്ട്. നമ്മുടെ ഉപ്പുപ്പ ഉണ്ടല്ലോ, വൈഫ് മകളുടെ അടുത്തേക്ക് പോയിരിക്കുകയാണെന്നാണല്ലോ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം വേണി നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ഉപ്പുപ്പാൻ്റെ വൈഫ് മരണപ്പെട്ടു, മകളുടെ വീട്ടിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു കേട്ടോ. ആ ഉമ്മുമ്മക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, പാവങ്ങളൊക്കെ പുറത്തു കൊടുക്കാനും ഖബർ വിശാലമാക്കാനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് സ്വർഗം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ.